ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും കഥകൾ കേൾക്കുമ്പോൾ ചെറിയൊരു കോമഡി പോലെ തോന്നുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇറാനിപ്പോൾ വലിയ രൂപത്തിൽ മിസൈലും അതേപോലെ അനുബന്ധ സാമഗ്രികളൊക്കെ കുന്നുകൂട്ടുന്നുണ്ട്, അഥവാ ആയുധപ്പുരകളൊക്കെ നടക്കുന്നുണ്ട് എന്ന വാർത്തയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നാലെ ആകുലതയും ഭയപ്പാടിലുമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന കിരാത രാജ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നിലനിൽപ്പുണ്ടെങ്കിൽ അത് ഇറാന് ശേഷം മാത്രമായിരിക്കും. അഥവാ ഇറാൻ എന്ന് പറയുന്ന രാജ്യം എന്നേക്കും ഇല്ലാതായാൽ മാത്രമേ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ സുന്ദരമായിട്ടുള്ള രാജ്യം ഞങ്ങൾക്ക് ഇവിടെ കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം എത്രമാത്രം തമാശ രൂപേണയാണ് നമ്മളിത് കേൾക്കുന്നത്. ലോകത്ത് എല്ലാം നമ്മുടെ കൈപ്പിടിയിലാണെന്ന് കരുതിയിരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അത് ആരുടെ പിന്തുണയോടുകൂടെ? അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും പിന്തുണയോടുകൂടെ. എല്ലാ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഈച്ച പറഞ്ഞാൽ പോലും ഞങ്ങൾ അറിയുമെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയ ആളുകൾ ഇന്ന് ഒന്നും പറ്റാതെ ഈ അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലും ഇറാൻ്റെ വളർച്ച കണ്ടിട്ട് ആകുലപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു തരം ചരിത്രത്തിൻ്റെ വിയോഗം എന്ന് പറയേണ്ടി വരും. ആ തിരുത്തലുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ലെവലിലുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുന്നുണ്ട്, ഇനിയിപ്പം ഇറാനെ അറ്റാക്ക് ചെയ്യാൻ ഇസ്രായേലിന് സാധിക്കില്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്ന കുറവുകളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞു. മാത്രമല്ല, അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ പോലും 15 മിനിറ്റ്സ് അഥവാ അവർ പറയുന്ന 15 മിനിറ്റ് കൊണ്ട് അത്ര പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. മറ്റൊരു റിപ്പോർട്ട് കാണുന്നത് 5 മിനിറ്റ് കൊണ്ട് അമേരിക്കയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഞങ്ങളുടെ റോക്കറ്റ് മിസൈൽ ആക്രമണം നടത്താൻ പാകത്തിൽ ഞങ്ങൾ വളർന്നിരിക്കുന്നു എന്ന്. ഇത് എത്ര അർത്ഥത്തിൽ തള്ളിക്കളയാൻ പറ്റും എന്നുള്ളത് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ തള്ളുന്നില്ല. അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 12 ദിവസത്തെ യുദ്ധങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അമേരിക്കയും ഇസ്രായേലും നന്നായിട്ട് ഒന്ന് ഇറങ്ങിക്കളിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ നല്ല അടി തിരിച്ച് കിട്ടിയപ്പോൾ അവിടെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ ഇസ്രായേൽ വന്നെത്തിയപ്പോൾ പോയി കാല് പിടിച്ച് ട്രംപ് അണ്ണനോട് പറയുന്നുണ്ട്, ഇതൊന്ന് നിർത്താൻ വല്ല വഴിയുണ്ടോ നോക്കുക, ഞങ്ങളുടെ ഈ സംവിധാനങ്ങളൊക്കെ ഒന്ന് ആശ്വാസം കാണട്ടെ, നമ്മുടെ സൈന്യങ്ങളാകെ വിരളി പൂണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തുനിന്ന് ഹമാസ്, ഒരു ഭാഗത്തുനിന്ന് ഹൂത്തികൾ, മറ്റൊരു ഭാഗത്തുനിന്ന് ലബനാനിൽ ഹിസ്ബുള്ള എന്ന് പറയേണ്ട സകലരും ഞങ്ങൾക്ക് മേലെ കുതിര കയറുകയാണ്. അവസാനം ട്രംപ് ഇടപെടുകയും ഇറാൻ്റെ വിശാല മനസ്സുകൊണ്ട് അതില്ലായ്മ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ പ്രഖ്യാപനവും വളരെ ആകാംക്ഷയോടുകൂടെയാണ് ഇസ്രായേലും അമേരിക്കയും കേൾക്കുന്നത്. കാരണം അതങ്ങനെ പുച്ഛിച്ച് തള്ളാൻ നമുക്കാവില്ല എന്നുള്ളത് തന്നെ നേരത്തെ 12 ദിവസത്തെ കഠിനമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇസ്രായേലുണ്ട്, അമേരിക്കയ്ക്കുമുണ്ട്. ഇനി എന്താ സംഭവിക്കുന്നത്? ഇറാൻ എന്ന് പറയുന്ന ഈ രാജ്യം വളരെ നന്നായിട്ട് തലയുയർത്തി നിൽക്കുന്നത് അറേബ്യൻ രാജ്യങ്ങൾക്കൊരു വെല്ലുവിളിയാണെങ്കിൽ പോലും ഇപ്പോൾ ആ സൗദി വലിയ രൂപത്തിൽ കൂട്ടുകെട്ട് ചങ്ങാത്തൊക്കെ കാണിക്കുന്നുണ്ട്. അതൊരു അപകടത്തിലേക്ക് കൊണ്ടുപോകോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്താണെങ്കിലും റഷ്യ ഇറാൻ്റെ പിന്നാലെ ഉണ്ട്. അതുപോലെ തന്നെ ചൈനയും അത് പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ടും ഒക്കെയായിട്ട് ഇറാൻ്റെ പിന്നാലെ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ടോടുകൂടെ അറിയുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഇസ്രായേലും തമ്മിലുള്ളൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആര് ജയിക്കുമെന്ന് പറയുന്നതിന് പകരം ഇറാൻ ജയിക്കുകയും അതോടൊപ്പം ഇസ്രായേൽ ഒന്നുമല്ലാതെ നിഷ്പ്രഭയായി പോവുകയും ചെയ്യുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതിൽ പ്രധാനമായി പറയുന്നത് ഇവരെ ആണവായുധ സംവിധാനങ്ങളൊക്കെ ഇറാൻ കൈവരിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. നേരത്തെ ബങ്കർ ബൾസ്റ്റർ വിമാന സംവിധാനങ്ങൾ ഒരു ബോംബ് സ്ഫോടനം നടത്തിയിട്ട് അങ്ങനെ നാമാവിശേഷമാക്കാൻ ഇൻ്റർനാഷണൽ ലെവൽ അറ്റോമിക് എനർജി നിരീക്ഷണം നടത്തുന്ന ഒരു വിഭാഗം പറഞ്ഞിട്ട് പോയത് തന്നെ അവിടെ അത്ര കണ്ട് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 80% അവർക്ക് യുറേനിയം സമ്പുഷ്ടീകരണം നടന്നു കഴിഞ്ഞാൽ അത് അവരുടെ ആയുധ പൂർത്തീകരണത്തിലേക്ക് പോകുമെന്നൊക്കെയാണ്. അവിടത്തേക്ക് എത്തി എന്നുള്ളതാണ് അനൗദ്യോഗികമായിട്ട് വരുന്ന വാർത്തകളൊക്കെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. പിടിക്കാൻ പോയ ആളെ കിട്ടിയില്ല. പക്ഷേ താറുമാറായി കിടക്കുന്ന സംവിധാനങ്ങൾ ഇനിയിപ്പം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സാമ്പത്തികമായിട്ട് ഇസ്രായേൽ നല്ലോണം വേണം താനും. അപ്പം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന ഇനി എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുകയാണ്. അതെല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടു പോയി ഇസ്രായേൽ എന്ന് പറയുന്നത് കൃത്യമായി നമുക്ക് അവിടെ മെഷർമെൻറ്റ് ചെയ്താൽ കാണാൻ പറ്റും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. അവരുടെ രാജ്യത്തു നിന്ന് അവരങ്ങോട്ട് ഒഴിഞ്ഞു പോവുക. ഹമാസ് എന്ന് പറയുന്ന രാജ്യം അവർക്ക് വിട്ടുകൊടുക്കുക, അഥവാ ഫലസ്തീൻ എന്ന് പറയുന്ന പഴയകാല രാജ്യം അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. പല ആർട്ടിക്കിളിലും അങ്ങനെയാണ് എഴുതുന്നത്. പക്ഷേ അതത്രമാത്രം നടപ്പിലാവുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം അങ്ങനെ ഒരു നടപ്പിൽ വരുത്താനുള്ള സാഹചര്യം ഇന്ന് ഈ അടുത്തൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം വിദഗ്ധരായിട്ടുള്ള ആളുകൾ അവിടെ പറയുന്നത് ഈ ഗസ മുനമ്പ് പിടിച്ചെടുക്കുന്നതിലൂടെ 125 കൊല്ലത്തെ ആ ഒരു എണ്ണപ്പാടങ്ങൾ അല്ലെങ്കിൽ അവിടെ ഡെപ്പോസിറ്റഡായി കിടക്കുന്ന ധാതു അവർക്ക് വേണ്ടി കുഴിച്ചെടുക്കാനും അതോടൊപ്പം തന്നെ വലിയ രൂപത്തിൽ അവരുടെ സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ മുന്നേറ്റം കാഴ്ചവെക്കാനും കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മറ്റു രാജ്യത്തോടു കൂടി അറ്റാക്ക് ഡയറക്റ്റ് ചെയ്യാൻ ഒരിക്കലും സാധ്യതയില്ല എന്നുള്ളതാണ്. ഒരു 5 കൊല്ലത്തിനടുക്ക്
അഥവാ പറയുന്നത് 30 വരെ ഇങ്ങനെ ഒരു ശീതയുദ്ധമായിട്ട് അങ്ങനെ വലിയ പ്രഖ്യാപനങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും എന്നല്ലാതെ ഒരു പെടുന്നതിനുള്ള ആക്രമണം നടത്താൻ സാധ്യതയില്ല എന്നുള്ള. ഇനി നടത്തുകയാണെങ്കിൽ തന്നെ എല്ലാ അർത്ഥത്തിലും എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇറാനോട് ഇസ്രായേൽ മുട്ടാൻ പോകുള്ളൂ എന്നുള്ളത്. അത് അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. കാരണം നേരത്തെ തന്നെ വില കുറഞ്ഞ മിസൈലുകളും അതുപോലെ എക്സ്പയറി ആകാനായിരിക്കുന്ന മിസൈലുകളൊക്കെ വിട്ടിട്ട് താഡിനെയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെ അയൺ ഡോമിനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വലിയ സ്ഫോടന ഉഗ്രശേഷിയുള്ള മിസൈലുകളെ ലക്ഷ്യസ്ഥാനം കൈവരിച്ചപ്പോൾ ഇസ്രായേൽ മനസ്സിലാക്കി ഇവരുടെ കളി വേറെയാണ്. അത് നമ്മൾ എടുത്തു പഠിക്കേണ്ടതാണ്. ഇറാനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പരമ്പരാഗതമായി യുദ്ധത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചു വന്ന രാജ്യമായതുകൊണ്ട് തന്നെ അവർക്കറിയാം എങ്ങനെയൊക്കെ കാര്യങ്ങൾ നീക്കണമെന്നുള്ളത്. മാത്രമല്ല, രണ്ട് അഭിപ്രായമുള്ള ഒരു രാജ്യത്തിൻ്റെ പൗരന്മാരല്ല അവിടെ ഉള്ളത്. രാജ്യത്തിന് വേണ്ടി എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് അവിടെ ഉള്ളത്. ആ രാജ്യത്തിൻ്റെ പൗരന്മാരും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷേ നെതന്യാഹുയുടെ കാര്യമാകട്ടെ, ഒന്നുകിൽ ഇവനൊന്ന് ഒഴിഞ്ഞു പോകണം അല്ലെങ്കിൽ കാലം ചെയ്യണം എന്ന് പറയുന്ന ആളുകളാണ് അവിടെയുള്ള സാധാരണ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ. പക്ഷെ അതെപ്പം സംഭവിക്കും എന്നുള്ളത് അവർക്കും അറിയില്ല, നമുക്കറിയാത്തതുപോലെ തന്നെ. എന്താണെങ്കിലും ഇപ്പോൾ ഇസ്രായേലിനേറ്റിട്ടുള്ള വലിയ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് സമാധാനം എന്നേക്കുമായി അവസാനിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേൽ രാജ്യത്തെ കാര്യങ്ങൾ നോക്കുന്നതിനേക്കാൾ ഇറാനിലെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, അതെന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്, ആർക്കെതിരെയാണ് പോരാട്ടം നടത്തുക, എന്താണ് അവിടെ പരീക്ഷണം നടത്തുന്നത് തുടങ്ങി സകലമാന പ്രവർത്തനങ്ങളും. അതിനിടെയാണ് 2000 കിലോമീറ്റർ 3000 കിലോമീറ്റർ 5000 കിലോമീറ്റർ എന്ന് പറയുന്ന റേഞ്ചിലുള്ള മിസൈലുകളൊക്കെ അവർ ഉൽപ്പാദനം നടത്തി എന്നുള്ളത്. അവസാനമായിട്ട് ബങ്കർ ബ്ലസ്റ്റർ ബോംബുകളും അവർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണെന്ന് പറയുന്നു. ചില ആർട്ടിക്കിളിൽ കാണും അതുണ്ടാക്കി കഴിഞ്ഞു. എന്തുകൊണ്ട്? ലബനാനിലിട്ട ബോംബ് അത് പൊട്ടാതെ പോവുകയും അതുപോലെ റീ എൻജിനീയറിങ് അഥവാ അങ്ങനെയാണോ അത് ക്രമീകരിച്ചതെന്നുള്ള പഠനം നടത്തിയത് പൂർണ്ണ തോതിലെത്തിയിട്ടില്ലെങ്കിലും പ്രോട്ടോടൈപ്പ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നും പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനി ഒരു ലോകക്രമം രൂപീകരിക്കപ്പെടുക ചൈനയും ഇറാനും റഷ്യയുമായിരിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നേരത്തെ നമ്മളൊരു കാർട്ടൂൺ ചിത്രം കാണുന്നുണ്ട്. അമേരിക്ക ആഫ്രിക്കയും അതേപോലെ തന്നെ ഇറാനും ചൈനയും റഷ്യയും കൂടിയിട്ട് വലിയ രൂപത്തിലുള്ള ഒരു ഭാഗം വെക്കൽ നടത്തുന്നുണ്ട്. അതിലൊരു രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ്, മറ്റൊരു രാജ്യം അമേരിക്കയാണ്. അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിനി കാത്തിരിക്കേണ്ടത്. കാരണം പഴയ കാലത്തെ പ്രതാപമൊന്നും ഇന്നത്തെ അമേരിക്കയ്ക്കില്ല, ഇസ്രായേലിനില്ല. പഴയ കാലത്ത് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ വ്യോമയാന മാർഗ്ഗങ്ങളൊക്കെ വളരെ സംവിധാനിച്ച് വെച്ചതുകൊണ്ട് തന്നെ ആ റോക്കറ്റിനോ അല്ലെങ്കിൽ മിസൈൽ സംവിധാനത്തിന് അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. അതുപോലെ എയർക്രാഫ്റ്റിന് അല്ലെങ്കിൽ അവരുടെ യുദ്ധവിമാനങ്ങൾക്ക് പുറത്തുനിന്ന് അകത്തേക്ക് പോയിട്ട് ഒരു നിലക്കും അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മളൊക്കെ അനുമാനിച്ചിരുന്ന രാജ്യമാണ്. ഇന്നൊന്നുമല്ലാതെ ഒരു നാമമാത്രമായ പ്രൊപ്പഗണ്ടയുടെ മുകളിൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു സ്ഫടിക കൊട്ടാരം മാത്രമാണെന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ നടന്നെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കാം, ഇസ്രായേൽ ജീവനോടെ നിൽക്കുന്ന കാലത്തോളം സമാധാനം ഉണ്ടാവില്ല. സമാധാനം വേണോ, അവരുടെ എല്ലാ കുതന്ത്രങ്ങളും പരാജയപ്പെടുത്തി മുട്ടുമടക്കി ഇറാൻ്റെ മുന്നിൽ പോയി മാപ്പ് പറയേണ്ടി വരും. കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന്.